നമുക്കൊരു ചെറിയ പനിയോ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ തളർന്നു പോകും. അതെ, മാനസികമായി തളർന്നു, ശാരീരികമായി രക്ഷയില്ല എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഞാൻ മരിച്ചു പോകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ തന്നെ മാറ്റി വെച്ചുകൊണ്ട് കുറേ ജീവിതങ്ങൾ ഉണ്ട് എന്ന് കാണിച്ചു തരുന്നത് നമ്മുടെ കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് ചെയ്ത ഒരു സ്റ്റോറി. ദിസ്ന കുറച്ച് ദിവസമായി തകർക്കുകയാണ് അല്ലേ? പ്രതിസന്ധിയിൽ തളർന്ന് വിധിയെന്ന് പഴിക്കുന്ന എത്രയോ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഒപ്പം തളരാതെ പോരാടി ജീവിതം നേടിയവരും. അങ്ങനെ വിജയിച്ച ഒരാളാണ് കോഴിക്കോട് ചെറുപ്പ സ്വദേശി രാജീവ്. ഒരു അപകടത്തെ തുടർന്ന് വീൽ ചെയറിലായെങ്കിലും ചെറുപുഞ്ചിരിയോടെ ജീവിതയാത്ര തുടരുകയാണ് രാജീവ്. മുച്ചക്രവാഹനത്തിലിരുന്ന ജീവിതത്തിന്റെ പ്രത്യാശകളെ സ്വന്തമാക്കുകയാണ് രാജീവ് എന്ന ചെറുപ്പക്കാരൻ. 8 വർഷം മുമ്പ് കെട്ടിട നിർമ്മാണ ജോലിക്കിടയിലുണ്ടായ അപകടം പ്രതീക്ഷകളെ ഇല്ലാതാക്കിയിരുന്നു. എന്നാൽ തളർച്ചയിൽ നിന്നും ചിലർ കൈപിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ ജീവിതത്തിന്റെ നിറങ്ങളെ കൂടെ കൂട്ടുകയായിരുന്നു. നെറ്റിപ്പട്ടം നിർമ്മിച്ചും കഥകളി രൂപങ്ങൾ തീർത്തും ഈ ചെറുപ്പക്കാരൻ ഉപജീവന മാർഗം കണ്ടെത്തിക്കഴിഞ്ഞു. കലാരൂപങ്ങൾ വാങ്ങാൻ നിരവധി ആവശ്യക്കാരാണ് എത്തുന്നത്. അരക്ക് താഴേക്ക് തളർന്നുപോയി, നട്ടൽ ഓപ്പറേഷൻ ചെയ്ത് മെഡിക്കൽ കോളേജ് കമ്പി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒരു വഴിയില്ലാതെ നിൽക്കുമ്പോൾ ജനങ്ങൾ തന്നെ എല്ലാവരും കൂടെ കൂടിയിട്ട് വെല്ലൂർ കൊണ്ടുപോയി വീൽ ചെയറിലാക്കി. തുടർന്ന് ചികിത്സ ഇല്ലാതെ വന്ന സമയത്ത് തണൽ എന്നെ ഏറ്റെടുത്ത് തണൽ ഒരു 3-4 മാസത്തോളം സൗജന്യമായിട്ട് അവർ ചികിത്സിച്ച്. എടുത്തു പറയേണ്ട കാര്യം, തണലിൽ നിന്ന് കുറേ ആത്മവിശ്വാസം എനിക്ക് കിട്ടി. പുറത്തേക്ക് ഇറങ്ങാനും പിന്നീട് ഇതേപോലെ കലാപരമായിട്ട് മുന്നേറാനുമുള്ള ഒരുപാട് പ്രചോദനം തണലിൽ നിന്ന് കിട്ടിയതാണ്. ആത്മവിശ്വാസം മതി, എന്തിനേയും നമുക്ക് കീഴടക്കാം. ഈ ജീവിതം അതിന് ഉദാഹരണം തന്നെയാണ്. തണൽ എന്ന ജീവകാരുണ്യ കൂട്ടായ്മയാണ് ജീവിതം തിരികെ തന്നതെന്നും രാജീവ് നന്ദിയോടെ ഓർക്കുന്നു. ഇങ്ങനെ കുറേ സ്വപ്നങ്ങൾ വീൽ ചെയറിൽ നിന്നും എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നെപ്പോലെ കിടക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ചേക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ പരിശ്രമിച്ചാൽ വിജയിക്കുമെന്ന് 100% ഉറപ്പാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ. മിമിക്രിയിലും ഇതിനകം പ്രതിഭ തെളിയിച്ചിട്ടുണ്ട്. ഒരു ടെലിഫിലിമിൽ പ്രധാന വേഷത്തിലെത്തി അഭിനയത്തിലും കഴിവ് തെളിയിച്ചു കഴിഞ്ഞു. പരാതിയും പരിഭവവുമില്ല. ആത്മാഭിമാനത്തോടെ, അതിലേറെ ആത്മവിശ്വാസത്തോടെ രാജീവ് യാത്ര തുടരുകയാണ്, മറ്റുള്ളവർക്ക് വെളിച്ചവും പ്രചോദനവുമായി. ജനം, കോഴിക്കോട്.